ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം യഹൂദ രാജാവായ അബിയാവും ഇസ്രായേൽ രാജാവായ യൊരോബെയാമും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചരിത്രരേഖയാണ്. രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ ആത്മീയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അധ്യായത്തിൽ അബിയാവ് യുദ്ധത്തിനു മുമ്പ് യൊരോബെയാമിനോടും അവന്റെ സൈന്യത്തോടും ഒരു പ്രസംഗം നടത്തുന്നു. അവൻ ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയെയും യെരുശലേമിലെ യഹോവയുടെ ആരാധനയെയും പുരോഹിതന്മാരുടെ ശുശ്രൂഷയെയും ഓർമ്മിപ്പിക്കുന്നു. മറുവശത്ത് യൊരോബെയാം വലിയ സൈനിക ശക്തിയോടെ യഹൂദയെ വളയുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ അബിയാവിന്റെ സ്ഥിതി ദുർബലമായിരുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച യഹൂദയ്ക്ക് വിജയം ലഭിച്ചു. ഈ അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: വിജയം മനുഷ്യന്റെ ശക്തിയിലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിലും അനുസരണയിലും ആശ്രയത്തിലുമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ മരണശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം ഇസ്രായേലായും തെക്കൻ രാജ്യം യഹൂദയായും മാറി. യൊരോബെയാം വടക്കൻ രാജ്യത്തിന്റെ രാജാവായി. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട രെഹബെയാമിന് ശേഷം അബിയാവ് യഹൂദയുടെ രാജാവായി. രാഷ്ട്രീയ വിഭജനം മാത്രമല്ല, ആത്മീയമായ വിഭജനവും ഉണ്ടായി. യൊരോബെയാം ദൈവം നിയമിച്ച യെരുശലേമിലെ ആരാധനയിൽ നിന്ന് ജനങ്ങളെ മാറ്റി മറ്റിടങ്ങളിൽ ആരാധന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അതുകൊണ്ട് ഈ യുദ്ധം വെറും 2 രാജാക്കന്മാർ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷമല്ല, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ദൈവത്തിന്റെ ഉടമ്പടിയോട് എങ്ങനെ വിശ്വസ്തരായിരിക്കണം എന്ന ആത്മീയ സംഘർഷവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അബിയാവിന്റെ ധൈര്യമായ പ്രസംഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യുദ്ധത്തിനു മുമ്പ് അബിയാവ് സെമരയീം മലയിൽ നിന്ന് യൊരോബെയാമിനോടും ഇസ്രായേൽ സൈന്യത്തോടും സംസാരിക്കുന്നു. അവൻ ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നു. ദൈവം ദാവീദിനും അവന്റെ സന്തതിക്കും ഇസ്രായേലിന്റെ രാജ്യത്വം നൽകിയിരിക്കുന്നു എന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരു പ്രധാന സത്യം കാണാം: ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മനുഷ്യരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ശക്തമാണ്. രാജ്യം വിഭജിക്കപ്പെട്ടാലും ദൈവത്തിന്റെ ഉടമ്പടി ഇല്ലാതാവുന്നില്ല. ദാവീദിനോടുള്ള ഉടമ്പടി എന്നാൽ അബിയാവിന്റെ പ്രസംഗത്തിന്റെ പ്രധാന കേന്ദ്രം ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ്. ദൈവം ദാവീദിന്റെ വംശത്തിന് സ്ഥിരമായ രാജ്യത്വം വാഗ്ദത്തം ചെയ്തിരുന്നു. ഇത് പഴയ നിയമത്തിലെ വലിയ രക്ഷാചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നീട് ഈ ദാവീദിക വാഗ്ദത്തം യേശുക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. യേശു ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാണ്. ദൈവരാജ്യത്തിന്റെ നിത്യരാജാവാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 13-ാം അധ്യായം വായിക്കുമ്പോൾ ചരിത്ര സംഭവത്തിനപ്പുറം ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ തുടർച്ചയും കാണാം. യൊരോബെയാമിന്റെ ആത്മീയ വീഴ്ചയെക്കുറിച്ച് നോക്കുമ്പോൾ അബിയാവ് യൊരോബെയാമിന്റെ ആത്മീയ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നു. യൊരോബെയാം യെരുശലേമിലെ ദൈവാരാധനയിൽ നിന്ന് ജനങ്ങളെ അകറ്റി, പുരോഹിതന്മാരുടെ ശുശ്രൂഷയെ അവഗണിക്കുകയും അന്യമായ ആരാധനക്രമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ഒരു പ്രധാന പാഠമുണ്ട്: രാഷ്ട്രീയ അധികാരം ആത്മീയ സത്യത്തെ മാറ്റാനുള്ള അവകാശം നൽകുന്നില്ല. ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ആരാധനയുടെ സ്വഭാവം മാറ്റുമ്പോൾ അത് ദൈവത്തോടുള്ള അനുസരണക്കേടായി മാറുന്നു. യഥാർത്ഥ ആരാധനയുടെ പ്രാധാന്യം അബിയാവ് യെരുശലേമിലെ ദേവാലയത്തെയും അവിടെ നടക്കുന്ന ആരാധനയെയും പ്രത്യേകമായി പരാമർശിക്കുന്നു. പുരോഹിതന്മാർ യഹോവയെ ശുശ്രൂഷിക്കുന്നു. പ്രഭാതത്തിലും സന്ധ്യയിലും യാഗങ്ങൾ അർപ്പിക്കുന്നു, ധൂപം കത്തിക്കുന്നു, വിശുദ്ധമായ ആരാധനാക്രമം തുടരുന്നു. ഇതിലൂടെ ദിനവൃത്താന്തകാരൻ ഒരു പ്രധാന സന്ദേശം നൽകുന്നു: ആരാധന ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നടക്കണം. മനുഷ്യരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടരുത്. ഇന്നത്തെ സഭയ്ക്കും ഇത് പ്രസക്തമാണ്. ആരാധനയുടെ കേന്ദ്രം മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ മഹത്വമാണ്.
യുദ്ധത്തിലെ അസമത്വം. അബീയാവിന്റെ സൈന്യത്തിൽ ഏകദേശം 4 ലക്ഷം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. യൊരോബെയാമിന്റെ സൈന്യം ഏകദേശം 8 ലക്ഷമായിരുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ ഇത് വലിയ വ്യത്യാസമാണ്. യഹൂദയ്ക്ക് കുറവ് സൈനിക ശക്തി, ചെറിയ രാജ്യം, വലിയ ശത്രു സൈന്യം. എന്നാൽ അബീയാവ് തൻ്റെ ശക്തിയെക്കുറിച്ച് മാത്രം സംസാരിച്ചില്ല, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഇവിടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വം കാണാം. ദൈവത്തോടൊപ്പം നിൽക്കുന്നവന്റെ ശക്തി അവൻ്റെ കൈവശമുള്ള വിഭവങ്ങളുടെ അളവ് കൊണ്ട് മാത്രം അളക്കാനാവില്ല. നമ്മോട് കൂടെ ദൈവം, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. അബീയാവ് ഇസ്രായേൽ സൈന്യത്തോട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ദൈവം ഞങ്ങളോടുകൂടെ നായകനായുണ്ട്. ഇതാണ് യുദ്ധത്തിൻ്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെ എണ്ണം വിജയത്തെ നിർണയിക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമാകുന്നത്. പഴയ നിയമത്തിൽ ഇതേ സത്യം പലപ്പോഴും കാണുവാൻ കഴിയും. മോശയോടുകൂടെ ദൈവം, യോശുവായോടുകൂടെ ദൈവം, ദാവീദിനോടുകൂടെ ദൈവം, ഏലിയാവിനോടുകൂടെ ദൈവം. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ നാമം ഇമ്മാനുവേൽ എന്നാണ്, അതായത് ദൈവം നമ്മോട് കൂടെ എന്നതാണ്. യൊരോബെയാമിൻ്റെ തന്ത്രം: മുന്നിലും പിന്നിലും ശത്രു. യൊരോബെയാം യഹൂദയെ ചുറ്റി ആക്രമിക്കുവാൻ തന്ത്രം ഉപയോഗിച്ചു. യഹൂദയുടെ മുമ്പിലും പിന്നിലും ശത്രുക്കളുണ്ടായി. ഇത് മനുഷ്യ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചില സമയങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നും, പിന്നോട്ട് പോകാനും കഴിയില്ല. എല്ലാ വശത്തു നിന്നും പ്രശ്നങ്ങൾ വരും. അത്തരം സമയങ്ങളിൽ വിശ്വാസിയുടെ ചോദ്യം എനിക്ക് എത്ര ശക്തിയുണ്ട് എന്നതല്ല, പകരം എൻ്റെ കൂടെ ദൈവമുണ്ടോ എന്നതാണ്. യഹൂദയുടെ നിലവിളി. ശത്രുക്കൾ ചുറ്റിയപ്പോൾ യഹൂദ നിലവിളിച്ചു, അവർ ദൈവത്തെ വിളിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ആത്മീയ പ്രതികരണമാണ്. പ്രതിസന്ധിയിൽ മനുഷ്യൻ പലപ്പോഴും ഭയപ്പെടുന്നു. എന്നാൽ വിശ്വാസം ഭയത്തെ നിഷേധിക്കുന്നതല്ല, ഭയത്തിനിടയിലും ദൈവത്തെ വിളിക്കുന്നതാണ്. പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തി പ്രതിസന്ധിയിലാണ് പ്രകടമാകുന്നത്. പുരോഹിതന്മാരുടെ കാഹളം. യഹൂദയിലെ പുരോഹിതന്മാർ കാഹളമൂതി. കാഹളം ബൈബിളിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം, യുദ്ധത്തിനുള്ള വിളി, ആരാധന, ദൈവത്തിൻ്റെ ഇടപെടൽ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇവിടെ യുദ്ധം വെറും മനുഷ്യശക്തിയുടെ പോരാട്ടമല്ല, ദൈവത്തിൽ ആശ്രയിച്ചുള്ള പോരാട്ടമായി മാറുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ. യഹൂദക്കാർ നിലവിളിക്കുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തപ്പോൾ ദൈവം യഹൂദയെ സഹായിച്ചു. ഇസ്രായേൽ സൈന്യം പരാജയപ്പെട്ടു. ഏകദേശം 5 ലക്ഷം യോദ്ധാക്കൾ വീണതായി അധ്യായം രേഖപ്പെടുത്തുന്നു. ഇവിടെ ദിനവൃത്താന്തകാരൻ വ്യക്തമാക്കുന്നത് യഹൂദയുടെ വിജയം അവരുടെ സൈനിക ശക്തിയുടെ ഫലമല്ല, അവർ യഹോവയിൽ ആശ്രയിച്ചതിൻ്റെ ഫലമാണ്. വിശ്വാസവും വിജയവും. അധ്യായത്തിൻ്റെ പ്രധാന വാക്യങ്ങളിൽ ഒന്നാണ് യഹൂദർ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ശക്തിപ്പെട്ടു. 2 ദിനവൃത്താന്തം 13 അധ്യായം 18 വാക്യം. ഇതാണ് മുഴുവൻ അധ്യായത്തിൻ്റെയും ആത്മീയ ഹൃദയം. ആശ്രയം, ശക്തി, വിജയം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നല്ല, പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ആശ്രയം എന്നത് എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക, പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക, ഫലം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ആശ്രയം ഒരു വികാരം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. അബീയാവിൻ്റെ വിജയത്തിൻ്റെ പരിധി. ഈ അധ്യായം അബീയാവിനെ വിജയിച്ച രാജാവായി അവതരിപ്പിക്കുന്നു. എന്നാൽ ബൈബിളിൻ്റെ സമഗ്രമായ ചരിത്രം വായിക്കുമ്പോൾ അബീയാവിൻ്റെ ജീവിതം പൂർണ്ണമായി മാതൃകാപരമായിരുന്നുവെന്ന് പറയാൻ കഴിയില്ല. ഇത് നമ്മെ ഒരു പ്രധാന സത്യത്തിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സഹായം അനുഭവപ്പെട്ടതുകൊണ്ട് മാത്രം അവൻ്റെ മുഴുവൻ ജീവിതവും ആത്മീയമായി പൂർണ്ണമാണെന്ന് കരുതരുത്.
ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ശേഷം പോലും വിശ്വാസത്തിൽ തുടർന്ന് നിൽക്കണം. ക്രിസ്തുവിലുള്ള പൂർത്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അധ്യായത്തിലെ യുദ്ധത്തിൻ്റെ ചിത്രം പുതിയ നിയമത്തിൽ ആത്മീയമായ അർത്ഥം നേടുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ പോരാട്ടമാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ വിജയം നമ്മുടെ കഴിവിലല്ല. പൗലോസ് പറയുന്നത്, ദൈവം നമ്മെ ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവത്തോടെ നടത്തുന്നു. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ വിജയം. അബീയാവ് യഹോവയിൽ ആശ്രയിച്ചപ്പോൾ ശത്രുവിനെ നേരിട്ടതുപോലെ ക്രിസ്ത്യാനി ക്രിസ്തുവിൽ ആശ്രയിച്ചാണ് ആത്മീയ പോരാട്ടങ്ങളെ നേരിടേണ്ടത്. ഇന്നത്തെ സഭയോട് പറയുവാനുള്ളത്, ഒന്ന്, സഭയുടെ ശക്തി അംഗസംഖ്യയിലല്ല. വലിയ സഭയാണെന്നത് വലിയ ആത്മീയ ശക്തിയുടെ തെളിവല്ല. ചെറിയ സമൂഹത്തിനും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വലിയ സാക്ഷ്യം നൽകുവാൻ കഴിയും. പ്രതിസന്ധിയിൽ ആദ്യം പ്രാർത്ഥിക്കണം. 2, പ്രതിസന്ധിയിൽ ആദ്യം പ്രാർത്ഥിക്കണം. യഹൂദ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. നമ്മുടെ പ്രതിസന്ധികളിലും പ്രാർത്ഥനയാണ് ആദ്യ പ്രതികരണം ആകേണ്ടത്. 3, ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും വലിയ ശക്തിയാണ്. സാമ്പത്തിക ശക്തി, സംഘടനാ ശക്തി, മനുഷ്യശക്തി എന്നിവയ്ക്ക് പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പരിധിയില്ല. 4, ആരാധനയിൽ വിശ്വസ്തത ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറി മനുഷ്യന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരാധനയെ മാറ്റരുത്. 5, ആത്മീയ പോരാട്ടത്തിൽ ജാഗ്രത വേണം. വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥനയും വചന പഠനവും വിശ്വാസ സമൂഹവുമായുള്ള ബന്ധവും അനിവാര്യമാണ്. വ്യക്തിപരമായി നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുമ്പോൾ ഈ അധ്യായം നമ്മോട് ചില പ്രധാന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രതിസന്ധിയിൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? മനുഷ്യശക്തിയിലാണോ ദൈവശക്തിയിലാണോ എൻ്റെ വിശ്വാസം? എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥ സ്ഥാനമുണ്ടോ? ദൈവ സാന്നിധ്യത്തെക്കാൾ സാഹചര്യങ്ങളെ ഞാൻ വലുതായി കാണുന്നുണ്ടോ? ദൈവം നൽകിയ വിജയങ്ങൾക്ക് ശേഷവും ഞാൻ വിശ്വസ്തനായി തുടരുന്നുണ്ടോ? എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള സാക്ഷ്യമാണോ? 2 ദിനവൃത്താന്തം 13 ഒരു യുദ്ധത്തിന്റെ ചരിത്ര വിവരണം മാത്രമല്ല. 2 ദിനവൃത്താന്തം 13 ഒരു യുദ്ധത്തിന്റെ ചരിത്ര വിവരണം മാത്രമല്ല. മനുഷ്യശക്തിയുടെ പരിധിയും ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്ന ആത്മീയ പാഠമാണ്. യഹൂദിയുടെ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നു. ശത്രു അവരെ മുന്നിലും പിന്നിലും വളഞ്ഞു. സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ അവർ യഹോവയെ വിളിച്ചു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അവരെ സഹായിച്ചു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാ വശത്തു നിന്നും വളഞ്ഞേക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ശുശ്രൂഷയിലെ പ്രതിസന്ധികൾ, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം നമ്മെ ദുർബലരാക്കാം. എന്നാൽ അത്തരം സമയത്ത് 2 ദിനവൃത്താന്തം 13:18 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ശക്തിപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം നമ്മുടെ കഴിവല്ല, ദൈവത്തിലുള്ള ആശ്രയമാണ്. 2 ദിനവൃത്താന്തം 13 കേന്ദ്ര സന്ദേശം, സാഹചര്യങ്ങൾ നമ്മെ ചുറ്റിയാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം തകർന്നു പോകേണ്ടതില്ല. മനുഷ്യശക്തി പരിമിതമാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസത്തിന് ദൈവിക ശക്തി ലഭിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.